ഹലോ ഫ്രണ്ട്സ്, അഖിലാണ്. 3000 രൂപയ്ക്ക് മേടിച്ച 350 ഏക്കർ സ്ഥലം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇപ്പോൾ അത്രയും മനോഹരമായ ഒരുപാട് പുഴകളും മരങ്ങളും ബീച്ചുകളും ഒക്കെയുള്ള ഒരു അടിപൊളി സ്ഥലം. അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മളിപ്പോൾ നിൽക്കുന്നത് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന് പറയുന്ന പ്രൊവിൻസിലുള്ള വൈറ്റ് റോക്ക് എന്ന് പറയുന്ന സിറ്റിയിലാണ്. വൈറ്റ് റോക്ക് എന്ന പേരിനെ അന്വർത്ഥമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു സിറ്റിയിൽ എല്ലായിടത്തും വെള്ള കളർ പൂശിയിരിക്കുകയാണ്. റോഡുകളിലും നമ്മൾ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലും ബിൽഡിങ്ങുകളിലുമൊക്കെ മുഴുവൻ വെള്ള കളറാണ് കൂടുതലും നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് വലിയൊരു തമാശയാണ് മനസ്സിൽ ഓർമ്മ വന്നത്. നമ്മുടെ നാട്ടിലെ കൊല്ലം കാനഡയിലായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്തേനെന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. ഒരു നഗരത്തിൻ്റെ നടുക്കാണെങ്കിൽ പോലും അവരാ സിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ മനോഹരമായിട്ടാണ്. ഈ പൂക്കളുടെ കാഴ്ചയൊക്കെ കണ്ടു നിൽക്കുന്നതിനിടയ്ക്ക് എൻ്റെ ബസ് വന്നു. അപ്പോൾ ബസ്സിൽ കയറി നമ്മൾ നേരെ ഒരു 9 കിലോമീറ്ററോളം യാത്ര ചെയ്ത് വേണം ഈ പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ. ഈ ബസ് യാത്ര ചെയ്ത് വന്ന വഴികൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ എത്തിപ്പെടുന്നത് ഏതോ ഭൂമിയുടെ അറ്റത്തേക്കാണെന്ന്. അതുപോലെ പഴയ ബിൽഡിങ്ങുകളും വളരെ കുറച്ച് ചെടികളും മരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലത്തൂടെയാണ് ബസ് വന്നത്. പക്ഷെ അത് വന്നെത്തിയത് അതിമനോഹരമായ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്തേക്കായിരുന്നു. ബസ്സിൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച കാലത്തിനൊപ്പം സഞ്ചരിച്ചെത്താത്ത ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടുന്ന് നമുക്കിനി നേരെ മുന്നോട്ട് ഏകദേശം 1 കിലോമീറ്റർ നടന്ന് ചെല്ലേണ്ട സ്ഥലം ബ്ലാക്കി സ്പിറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ്. ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ബ്ലാക്കി സ്പിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് പോകണം, അവിടെ ചെന്നിട്ട് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് നിങ്ങളെ എല്ലാവരെയും കാണിക്കണം, അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വേറെ ഒരു സ്ഥലം കൂടി ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേരാണ് ക്രെസൻറ്റ് ബീച്ച്. അപ്പോൾ ഇത് രണ്ടും ഒരു പ്രദേശത്തിൻ്റെ 2 ഭാഗങ്ങളായി കിടക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഈ വഴി നേരെ നടന്ന് ചെല്ലുന്ന ദൂരെ ആകാശത്തിന് താഴെയാണ് നമ്മുടെ ബ്ലാക്കി സ്പിറ്റ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ വീടുകളും പല രീതിയിൽ ആർഭാടമല്ല, അവർ വളരെ ഭംഗിയായിട്ട് അതിനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളറുകളും വളരെ നല്ല ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള കാറുകളും ഒക്കെ പ്ലേസ് ചെയ്ത് ഒരു അടിപൊളി സ്ഥലം. ചില വീടുകളുടെ മുമ്പിലൊക്കെ ഇതുപോലെ ബോട്ടുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവർ ആ ബോട്ടുകളിൽ ഇടയ്ക്ക് മീൻ പിടിക്കാൻ പോവും, കടലിൽ പോവും. ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ നടന്ന് ചെല്ലുന്നത് ബ്ലാക്കി സ്പിറ്റ് പാർക്കിൻ്റെ മുന്നിലേക്കാണ്. ബ്ലാക്കി സ്പിറ്റ് എന്നുള്ള പേരിന് തന്നെ ഒരു വലിയ കൗതുകമില്ലേ? ഈ സ്ഥലത്തിന് ഇങ്ങനൊരു പേര് വരാനൊരു കാരണമുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ താമസക്കാരനായിരുന്നു വാൾട്ടർ ബ്ലാക്കി എന്ന ബ്ലാക്ക് സ്മിത്ത്. അദ്ദേഹം ന്യൂ വെസ്റ്റ് മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് സ്ഥലം മാറി വന്നതാണ്. 1871 അദ്ദേഹം ഈ സ്ഥലം മേടിക്കുന്നത്. വെറും $50 150 ഹെക്ടർ സ്ഥലമാണ് അന്ന് അദ്ദേഹം മേടിക്കുന്നത്. $50 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ വിലയ്ക്ക് 3000 രൂപ. 150 ഹെക്ടർ എന്ന് പറയുമ്പോൾ 375 ഏക്കറോളം സ്ഥലം വരും. ചരിത്രം കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. അതിനു മുമ്പ് ഈ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോവാം. ശരിക്കും ബോട്ടുകളുമായിട്ട് സ്വന്തം വീടുകളിൽ നിന്ന് അവർ അവധി ആഘോഷിക്കാൻ വേണ്ടി എത്തിയതാണ് ഇവിടെ. ആ കാണുന്ന നദിയിലൂടെ ഈ ബോട്ടുകളുമായിട്ട് പതുക്കെ തുഴഞ്ഞു പോവുക. ചിലർ മീൻ പിടിക്കുന്നുണ്ട്, ചിലർ വെറുതെ തുഴഞ്ഞ് ആ കാറ്റൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോവുകയാണ്. കുറേ നേരം തുഴഞ്ഞ് മടുത്തിട്ട് ഒരാൾ ബോട്ടുമായിട്ട് തിരിച്ച് കരയിലേക്ക് കയറി വരുന്നുണ്ട്. അവരുടെ ഫാമിലിയുടെ കൂടെ അവിടെ ഇരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്ത് ഇനി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതുപോലെ ഒരുപാട് ഫാമിലികൾ അവരുടെ ശനി ഞായർ അവധി ദിവസങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പുൽത്തകിടികളിൽ ചെറിയ ടെൻ്റൊക്കെ അടിച്ച് അവർ കുടുംബമായിട്ടിരുന്ന് വർത്താനം പറഞ്ഞ് അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാനിറങ്ങിയ ഒരുപാട് പേരുണ്ട്. ചിലർ കുട്ടികളുടെ കൂടെ, ചിലർ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് വൈകുന്നേരങ്ങളിൽ നടക്കുന്നവർ. എല്ലാവരും പല രീതിയിലാണ് ഇവിടെ വരുന്നതെങ്കിലും ഉദ്ദേശം ഒന്ന് മാത്രമേ ഉള്ളൂ: മാനസികമായ സന്തോഷം. കുറേ സന്തോഷം വാരി വീട്ടിൽ കൊണ്ടുപോവുക, അടുത്ത ഒരാഴ്ച ജോലി ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത ശേഷം വീണ്ടും സന്തോഷം വരാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ ഇതുപോലെ യാത്ര ചെയ്യുക. ഇതുതന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം. ഞാനിവിടെ പുറത്ത് പാർക്കുകളിൽ പോയപ്പോൾ ശ്രദ്ധിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവിടുത്തെ വൃത്തി.
നമ്മൾ വേസ്റ്റുകൾ ഇടാനാണെങ്കിലും അതുപോലെ ഒരാൾക്ക് ബീച്ചിലിറങ്ങി കുളിക്കാനാണെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലുമുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ പാർക്കുകളിലും ഉണ്ട്. എല്ലാവരും അത് നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് എല്ലാ പ്രദേശങ്ങളും വളരെ വൃത്തിയായിട്ടാണ് കിടക്കുന്നത്. ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ ഞണ്ടുകളുടെ ലഭ്യത. ഒരുപാട് ഞണ്ടുകളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ളത്. കുറച്ച് ആൾക്കാർ ഓരോ കല്ലിനടിയിൽ നിന്നും ഞണ്ടിനെ പെറുക്കിയെടുത്ത് അവരുടെ കൂടയിലാക്കി വീട്ടിൽ കൊണ്ടുപോകും. അന്ന് അവർ ഡിന്നറിനൊപ്പം അത് കഴിക്കുമായിരിക്കാം. അതുപോലെ ചില ആൾക്കാർ വിനോദത്തിന് വേണ്ടി മാത്രം ഇതിനെ പിടിച്ചിട്ട് തിരിച്ചു വിടുന്നവരുണ്ട്. ചിലർ ഇതിനെ പിടിച്ച് വലിയ വലിയ കൂടകളിലാക്കുന്നവരുണ്ട്. കുറേ ആൾക്കാർ ഈ പാലത്തിൻ്റെ അങ്ങേ അറ്റത്ത് ഞണ്ടിനെ പിടിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് നടന്നത്. പക്ഷേ പോകുന്ന വഴിക്കാണ് ഈ കടലിൻ്റെ തീരത്തൂടെ ഇരിക്കുന്ന നല്ല ഭംഗിയുള്ള വീടുകൾ. സത്യം പറഞ്ഞാൽ കുറച്ച് അസൂയ തോന്നി കേട്ടോ. രാവിലെ കടലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് എണീറ്റ് വരാം. അന്നത്തെ ദിവസം തന്നെ അതിമനോഹരമായിരിക്കും. ഞണ്ടിനെ പിടിക്കുന്നവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആ പാലത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ രീതിയിലുള്ള ഞണ്ടുകളെ പിടിക്കാൻ പാടുള്ളൂ, എന്തിനെയൊക്കെ പിടിച്ചാൽ തിരിച്ചു വിടണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കുട്ടി അമ്മയുടെ കൂടെ വന്ന് അവിടെ ഇരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് വളരെ ഭംഗിയുള്ള വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ മുമ്പോട്ട് നടന്ന് പാലത്തിനടിയിലേക്ക് വന്നു, കൂടുതൽ കാഴ്ചകൾ പകർത്താനും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. വന്നപ്പോൾ പാലത്തിൻ്റെ കാലുകളിലൊക്കെ കക്ക പോലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചില ജീവികൾ. ബ്ലാക്കി സ്പിറ്റ് എന്ന് പേര് വരാൻ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം, വാൾട്ടർ ബ്ലാക്കിയുടെ മരണശേഷം ഒരുപാട് പേരുടെ കൈകളിലൂടെ ഈ സ്ഥലം കൈമാറിപ്പോയി. 1901 വരെ ഈ സ്ഥലത്തിന് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചില്ല. പക്ഷേ 1909 ഒരു നോർത്തേൺ റെയിൽ റോഡ് ഇതുവഴി പണിയാൻ തീരുമാനിക്കുകയാണ്. ആ തീരുമാനം ഈ സ്ഥലത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്, വളർച്ചയ്ക്ക് ഒരുപാട് സഹായകമായി. പക്ഷെ അതുപോലെ തന്നെ വേറൊരു പ്രശ്നം സംഭവിച്ചു. ഈ റെയിൽവേയിലൂടെ വരുന്ന ആൾക്കാർ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ബ്ലാക്കി സ്പിറ്റ് എന്ന് കണ്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ അതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുകയും അവസാനം ആ സ്ഥലത്തിൻ്റെ പേര് ഇന്നത്തെ പേരായ ക്രസൻറ്റ് ബീച്ച് എന്ന് മാറ്റാൻ എല്ലാവരും കൂടി തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ബ്ലാക്കി സ്പിറ്റ് അങ്ങനെ ക്രസൻറ്റ് ബീച്ചായിട്ട് മാറി. ക്രസൻറ്റ് ബീച്ച് എന്ന് പേരിടാൻ മറ്റൊരു കാരണമുണ്ട്. ഒരു പൊളിറ്റീഷ്യൻ ഒരിക്കൽ ബോട്ടിൽ ഈ ബീച്ചിലേക്ക് വരികയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കണ്ടപ്പോൾ തോന്നി ഇതിനൊരു ക്രസൻറ്റ് ഷേപ്പാണ്, അല്ലെങ്കിൽ നമ്മുടെ അമ്പിളിമാമൻ മുറിഞ്ഞ പോലെ ഒരു ഷേപ്പാണെന്ന് തോന്നിയുകൊണ്ട് അദ്ദേഹം അതിന് അങ്ങനെ ഒരു പേരം കിട്ടും. അങ്ങനെ അത് ഇന്ന് കാണുന്ന ക്രസൻറ്റ് ബീച്ചായിട്ട് മാറി. നമ്മളീ നടക്കുന്ന വഴിയുടെ ഒരു സൈഡിൽ മുഴുവൻ വീടുകളും റിസോർട്ടുകളുമാണ് കേട്ടോ. 1912 ആദ്യമായിട്ട് ഇവിടെ വീടുകൾ വരുന്നതും ഒരു റിസോർട്ട് പണിയുന്നതും. ഏകദേശം 12 വീടുകളാണ് അന്ന് ഇവർ പണിതത്, അതിൻ്റെ കൂടെ ഒരു റിസോർട്ടും. ഒരുപാട് നേരം നടന്നുകൊണ്ടാണോന്ന് അറിയത്തില്ല, കുറച്ച് ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ആ ബെഞ്ചിലിരുന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് വീണ്ടും മുന്നോട്ട് നടന്നു. നമ്മൾ ചെല്ലുന്നത് ക്രസൻറ്റ് ബീച്ചിൻ്റെ എൻട്രൻസിലേക്കാണ്. അവിടെ ഹുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കട ഞാൻ കണ്ടു കേട്ടോ. ഒരു ഫിഷ് കടയാണ്. മത്സ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിഷസും വിൽക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ രസമുണ്ട് അവിടുത്തെ മെനു കാണാനും. ആ കടയുടെ പേര് തന്നെ അടിപൊളിയായിട്ടുണ്ട്. മീൻ കടയ്ക്ക് ഇതിലും നല്ലൊരു പേരിടാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ക്രസൻറ്റ് ബീച്ചിൻ്റെ എൻട്രൻസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് പേര് കളിക്കുന്നുണ്ട്. ഒരു ഭംഗിയുള്ള മരമുണ്ട്, അതിൻ്റെ ചുവട്ടിൽ നല്ല തണലുണ്ട്. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു, ഇപ്പോൾ സമ്മറാണല്ലോ ഇവിടെ. മരത്തിൻ്റെ ചുവട്ടിലെ തണൽ നോക്കി കുറേ ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ സൈക്ലിങ്ങിന് വന്നവരുണ്ട്. പിന്നെ കുറച്ച് റെസ്റ്റോറൻറ്റുകൾ, മറ്റേ നമ്മളിപ്പോൾ കണ്ട ആ മീനിൻ്റെ കടയല്ലാതെ ഐസ്ക്രീമുകളും ബർഗറുകളും വിൽക്കുന്ന മറ്റ് കടകളുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തി നിന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ക്രസൻറ്റ് ബീച്ചിൻ്റെ ഒരു മാപ്പ് അവിടെ കണ്ടത്. പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും കുറേ നേരം അതിലേക്ക് തുറിച്ചു നോക്കി നിന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പിടികിട്ടി. ആ കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ ഓൾറെഡി കണ്ട കാഴ്ചകളാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പതുക്കെ തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്ന വഴി ചെറിയൊരു പാതയാണ്. അതിൻ്റെ 2 സൈഡിലും മരങ്ങളുണ്ട്. ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. അതങ്ങനെ ചെന്ന് ചേരുന്നത് നമ്മൾ വന്നിറങ്ങിയ ബസ് സ്റ്റോപ്പിൻ്റെ വലത് സൈഡിലുള്ള മറ്റൊരു ബസ് സ്റ്റോപ്പിലേക്കാണ്.
ബസ് നമ്മളെ കാത്തി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിന് കയറി ഇനി നേരെ വീട്ടിൽ പോവാം. അങ്ങനൊരു പരിപാടിയേ ഉള്ളൂ. അതിനു മുമ്പ് ഞാനെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ ഞാൻ ഈ വീഡിയോയുടെ കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.